ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ അവർ ഡബിൾ ട്രിപ്പിൾ ഡയറീസ്. ഇത് നമ്മുടെ വ്ളോഗ് 2 ആണ് വിയറ്റ്നാം സീരീസിലെ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെയാണ് ഇനി അടുത്ത 2 ദിവസം താമസിക്കാൻ പോകുന്നത്. ഇതിനടുത്ത് തന്നെയാണ് ഇവിടുത്തെ മിക്ക പ്രധാനപ്പെട്ട ലാൻഡ് മാർക്സും. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലെത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ട് ഇറങ്ങിയേക്കുവാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. കുറച്ച് നടന്നിട്ട് ഗ്രാബ് ആപ്പ് വഴി ക്യാബ് ബുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഐറ്റിനറിയിലെ ഫസ്റ്റ് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊരു വൈബ്രൻറ്റ് സിറ്റി തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഹിസ്റ്റോറിക് കൾച്ചറും കിടിലം ബിൽഡിങ്സും എല്ലാം ഒന്നും പറയാനില്ല, അടിപൊളി തന്നെ. ഇവിടുത്തെ ഫുഡും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം ഇതാണ് ഹോച്ചിമിൻ സിറ്റിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ് മാർക്കിൽ ഒരെണ്ണമായ സൈഗൺ ഓപ്പറ ഹൗസ്. ഫ്രഞ്ച് ആർക്കിടെക്ചറിൻ്റെ ഭംഗി വിളിച്ചോതുന്ന ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ് മാർക്സിൽ ഒരെണ്ണമാണിത്. ഇവിടെ ഫ്രഞ്ച് കൊളോണൈസേഷൻ ഒരു മിഡ് 19th സെഞ്ച്വറിക്കും മിഡ് 20th സെഞ്ച്വറിക്കും ഇടയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഫ്രഞ്ചുകാർ പണിത ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ സിറ്റി കാണാൻ വേണ്ടി സൈറ്റ് സീയിങ് ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അതാണ് നമ്മൾ ഇവിടെ വന്നത്. കംപ്ലീറ്റ് സിറ്റിയും തിളങ്ങുവാണ്. ഈവനിങ് കഴിഞ്ഞപ്പോഴേക്കും ഓരോ ബിൽഡിങ്സിൻ്റെ ലൈറ്റൊക്കെ കാണണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സൈഗൺ സിറ്റി കാണാൻ വേണ്ടി ഹോച്ചിമിൻ സൈറ്റ് സീയിങ് ഡബിൾ ഡെക്കർ ബസ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ ക്ലൂക്ക് ആപ്പ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇവിടെ തന്നെ അവരുടെ ഒരു ടിക്കറ്റ് കൗണ്ടറും ഉണ്ട്. അവിടെ നമ്മുടെ ബുക്കിംഗ് കൺഫർമേഷൻ കാണിക്കണം, അത്രേ ഉള്ളൂ. ഒരു 45 മിനിറ്റോളം നമുക്ക് കറങ്ങി ഈ സിറ്റിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. ടിക്കറ്റ് ഈവനിങ് ഒരു 6 മണിക്ക് ശേഷം തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് സിറ്റി മുഴുവൻ കാണാൻ നല്ല ഭംഗി. അതായത് നമ്മളെ സിറ്റിയിലൊന്ന് കറക്കി നമ്മൾ ഡിപ്പാർച്ചർ എവിടെ നിന്നാണോ ചെയ്താൽ അവിടെ നമ്മളെ തിരിച്ചിറക്കും. അപ്പോൾ ഞങ്ങളുടെ സിറ്റി സൈറ്റ് സീയിങ് ബസ്സിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ചില ബിൽഡിങ്സ് ഈ ഈവനിങ്ങിൽ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അടിപൊളി തന്നെയാണ്. ഈ ബസ് യാത്ര മറക്കാനാകാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് സംശയമില്ല. ഞങ്ങളുടെ മക്കൾക്കും ബസ് യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. രണ്ടെണ്ണവും കണ്ണെടുക്കാതെ തന്നെ മുകളിൽ നോക്കി ലൈറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളും സൈഗൺ സിറ്റിയുടെ രാത്രി ഭംഗി കുറച്ച് ആസ്വദിക്കൂ. അപ്പോൾ കാഴ്ചകളിലേക്ക്. പിന്നെ ഇത് കഴിഞ്ഞ് ഈ വീഡിയോയിൽ തന്നെ ഇവിടുത്തെ നെക്സ്റ്റ് ലാൻഡ് മാർക്ക് ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. അവിടെയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇനി സിറ്റി കാഴ്ചകളിലേക്ക്. പിന്നെ ഞങ്ങൾ വിൻഹോയ് വാക്കിംഗ് സ്ട്രീറ്റിലാണ് പോയത്.
ഈ സ്ട്രീറ്റ് ഒരു പെഡസ്ട്രിയൻ ഒളി സ്ട്രീറ്റാണ്. ഒരു ഭയങ്കര ഹാപ്പനിങ് പ്ലേസാണ് ഇവിടുത്തെ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും അതുപോലെ ഇവിടുത്തെ ലോക്കൽസും വരുന്ന ഒരു നല്ല വൈബുള്ള ഒരു പ്ലേസാണിത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഈ പീപ്പിൾസ് കമ്മിറ്റി ബിൽഡിംഗ്, അല്ലെങ്കിൽ സിറ്റി ഹോൾ എന്നും പറയും. ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ലാൻഡ്മാർക്സിൽ ഒരെണ്ണമാണ് ഇതും. പണ്ട് 1908 ഫ്രഞ്ചുകാർ പണിതാണ് ഈ ബിൽഡിംഗ്. കിടിലം ഫ്രഞ്ച് കൊളോണിയൽ ആർക്കിടെക്ചറാണ്. പബ്ലിക്കിനെ ഈ ബിൽഡിങ്ങിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ ഇവിടുത്തെ ഒരു ഫേമസ് ഫോട്ടോ സ്പോട്ടാണ്. ഫ്രണ്ടിൽ ഒരു നല്ല ഗാർഡനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളും കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു. ഇവിടെ ഞങ്ങളുടെ മോനായ ആദ്യക്കുട്ടൻ ഒരേ ബഹളമാണ്. ആവണിക്കുട്ടി പേടിച്ച് എൻ്റെ കയ്യിൽ വന്നു. ഏതൊരു ബൗബൗവിനെ കണ്ടെന്ന് പറഞ്ഞു. ഗൈസ്, ഈ ബിൽഡിങ്ങിന് മുൻപിൽ തന്നെ ഇവിടുത്തെ ഹോച്ച്മാൻ എന്ന നേതാവിൻ്റെ സ്റ്റാച്യു ഉണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. ഇവിടെ ഒരു ചേട്ടൻ നിന്ന് പാട്ട് പാടുന്നുണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഇതാണ്. ഈവനിങ് കഴിഞ്ഞാൽ പിന്നെ ലൈവ് മ്യൂസിക്, സ്ട്രീറ്റ് പെർഫോമൻസ് ഇതെല്ലാമാണ് ഇവിടെ. പിള്ളേർക്ക് ഒരേ സന്തോഷം കേട്ടോ. അവർക്ക് ഒരുപാട് ഓടി കളിക്കാനും നടക്കാനും ഒക്കെ ഒരു സ്ഥലം കിട്ടി. പിന്നെ ഇവിടെ ഒരു അടിപൊളി ഫൗണ്ടനും ഉണ്ട്. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്തോ ഭയങ്കര തിരക്കായിരുന്നു. ഹായ്, ഹലോ, ഹായ് പറയില്ല. പിള്ളേർക്ക് കൂട്ടായിട്ട് ഒരു വിയറ്റ്നാമീസ് ചേട്ടനെയും ചേച്ചിയും കിട്ടി കേട്ടോ. അവർ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു, എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ വിയറ്റ്നാമീസ് ആൾക്കാർക്ക് ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ല, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ അത് വെച്ചൊക്കെയാണ് ഇവിടെ എല്ലാവരോടും സംസാരിക്കുന്നത്. ഹായ്, ബോബോ നോക്കടാ, നല്ല ബോബോ. ഒരു പട്ടിക്കുട്ടിനെ പെട്ടെന്ന് ഇവിടുന്ന് വന്നു കേട്ടോ. ആ പട്ടിക്കുട്ടിനെ കണ്ട സന്തോഷത്തിലാണ് മക്കൾ. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ടൈം കൂടെ സ്പെൻഡ് ചെയ്തു. പിന്നെ എന്ത് ഡിന്നറിന് കഴിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ള 7-Eleven പോയാലോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ പോയാലോ എന്നാകെ ഡൗട്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ചത് ബാൻമിയാണ്. ഒരു ട്രഡീഷണൽ സാൻഡ്വിച്ചാണ് വിയറ്റ്നാമിലെ, വിത്ത് മീറ്റ് ഫില്ലിങ്. അത് ബാൻമി 362 എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് കഴിച്ചു ഞങ്ങൾ ഡിന്നറായിട്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വിയറ്റ്നാം സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഗൈസ്.